പ്രിയമുള്ള സുഹൃത്തുക്കളെ, ദിവ്യബോധത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിന്നിവിടെ ആരംഭിക്കുന്നത് കേവലം ഒരു പുസ്തക വായനയോ സാധാരണ ചർച്ചയോ അല്ല. നമ്മൾ നമുക്കുള്ളിലേക്ക് നോക്കണം. അതേസമയം നാം ജീവിക്കുന്ന ഈ പുറം ലോകത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ തിരിച്ചറിയുവാനുള്ള ഒരു വലിയ മഹായാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ് നമ്മൾ. മനുഷ്യ മനസ്സുകളുടെ ഏറ്റവും നിഗൂഢമായ വഴികളിലൂടെ, ലൗകിക ലോകത്തിൻ്റെ തന്ത്രങ്ങളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ നമുക്കുള്ളിലെ ആത്മീയ ഉണർവിലേക്ക് നയിക്കുന്ന ഒരു വലിയ ദീർഘദൂര യാത്ര. അമേരിക്കൻ എഴുത്തുകാരനായ റോബർട്ട് ഗ്രീൻ ലോക ചരിത്രത്തിലെ 3000-ലധികം വർഷത്തെ അധികാര കൈമാറ്റങ്ങളെക്കുറിച്ചും ചക്രവർത്തിമാരുടെ പതനങ്ങളെക്കുറിച്ചും രാജാക്കന്മാരുടെയും ദാർശനികരുടെയും തന്ത്രജ്ഞരുടെയും ജീവിതങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിച്ച് തയ്യാറാക്കിയ പ്രശസ്തമായ ഗ്രന്ഥമാണ് ദ 48 ലോസ് ഓഫ് പവർ, അഥവാ അധികാരത്തിൻ്റെ 48 നിയമങ്ങൾ. ഈ ഗ്രന്ഥത്തെ ലൗകിക ലോകം കാണുന്നത് മറ്റുള്ളവരെ ഭരിക്കുവാനും സ്വാധീനങ്ങൾ ഉണ്ടാക്കുവാനും അധികാരം പിടിച്ചെടുക്കുവാനുമുള്ള തന്ത്രങ്ങളുടെ ഒരു ശേഖരമായിട്ടാണ്. എന്നാൽ നമ്മൾ ദിവ്യബോധം ഈ വിഷയത്തെ സമീപിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെയാണ്. ഓഷോ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്: നിങ്ങളൊരു കെണിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആദ്യം ആ കെണി എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ കൃത്യമായും അറിഞ്ഞിരിക്കണമെന്ന്. ഒരു കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ അവിടുത്തെ ചതുപ്പുകളെക്കുറിച്ചും വന്യമൃഗങ്ങളെക്കുറിച്ചും അറിവില്ലാത്തവൻ അപകടത്തിൽപ്പെടും. അതുപോലെ ഈ ലൗകിക ലോകത്തിൻ്റെ അദൃശ്യമായ നിയമങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ എപ്പോഴും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ നിയമം നിങ്ങളുടെ യജമാനനേക്കാൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുകളിലിരിക്കുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ പ്രശോഭിക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുതെന്നാണ്. ഈ വരികൾ കേൾക്കുമ്പോൾ ലൗകിക ലോകത്ത് ജീവിക്കുന്ന ഏതൊരു സാധാരണക്കാരൻ്റെയും അല്ലെങ്കിൽ ആത്മീയ പാതയിലുള്ള ഒരു അന്വേഷകന്റെയും ഉള്ളിൽ വലിയൊരു ചോദ്യം ഉണർന്നേക്കാം. എന്താണ് ഈ നിയമമെന്ന്? എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ തൻ്റെ കഴിവിനെ ഒളിപ്പിച്ചു വെക്കേണ്ടി വരുന്നതെന്ന്? നോക്കൂ, നമ്മോട് എപ്പോഴും നമ്മുടെ അധ്യാപകരും മാതാപിതാക്കളും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുക്കാനാണ്. അങ്ങനെയല്ലേ? സകല വേദങ്ങളും ഉപനിഷത്തുക്കളും നമ്മളോട് പ്രകാശിക്കാൻ ആവശ്യപ്പെടുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ ലൗകിക നിയമം നമ്മോട് കൂടുതൽ പ്രശോഭിക്കരുതെന്ന് പറയുന്നത്? ഈ ഒരു സംശയം നമുക്കെല്ലാവർക്കും ഉണ്ടാകാം. ശരി, നമുക്കിതിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നാം ജനിച്ചു വീഴുന്ന സമൂഹം നമ്മെ പഠിപ്പിച്ചു വളർത്തുന്നത് ചില സങ്കല്പങ്ങളാണ്. അതിനെ നമുക്ക് തുല്യതയുടെ മിഥ്യാധാരണ എന്ന് വിളിക്കാം. സ്കൂളുകളിൽ അധ്യാപകർ നമ്മളോട് പറയും, നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുക്കുക, നിങ്ങളുടെ ബുദ്ധിയെ പ്രകടിപ്പിക്കുക, അപ്പോൾ ഈ ലോകം നിങ്ങളെ അംഗീകരിക്കുമെന്ന്. നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറയും, നന്മ ചെയ്താൽ നന്മ ലഭിക്കും, വിനയവും കഴിവുമുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയും ജയിക്കുമെന്ന്. ഇതോടുകൂടി ഈ ലോകം എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന ഒന്നാണെന്ന് നമ്മൾ വിശ്വസിച്ചു പോകും. ഈ നിഷ്കളങ്കമായ ബോധവുമായിട്ടാണ് നമ്മൾ ജീവിതത്തിൻ്റെ യഥാർത്ഥ കളിക്കളത്തിലേക്കോ ജോലി സ്ഥലങ്ങളിലേക്കോ ഇറങ്ങുന്നത്. നമ്മൾ ചിന്തിക്കും, ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ എൻ്റെ ബോസിന് മുന്നിൽ ഞാൻ എത്രത്തോളം ബുദ്ധിസാമർഥ്യം കാണിക്കുന്നുവോ അത്രത്തോളം അയാൾ എന്നെ സ്നേഹിക്കും. ഞാൻ എത്ര നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുവോ അത്രത്തോളം എൻ്റെ സ്ഥാനം ഉയരും. എൻ്റെ അറിവുകൊണ്ട് ഞാൻ ഈ കമ്പനിയെ രക്ഷിക്കുമ്പോൾ എൻ്റെ മുകളിലുള്ളവർ എന്നെ അഭിനന്ദിക്കുമെന്നല്ല. എന്നാൽ ഈ ചിന്താഗതിയുമായി നമ്മൾ ലൗകിക ലോകത്തിലേക്ക് ചെന്നിറങ്ങുമ്പോൾ ഈ ലോകം നമുക്ക് നൽകുന്നത് വലിയ ആഘാതങ്ങളായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തകർന്നു പോയ പല സന്ദർഭങ്ങളും ഉണ്ടാവാം, അല്ലേ? അതിനെക്കുറിച്ചൊന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞ് ഓർത്തു നോക്കിക്കേ. നമ്മൾ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടിയായിരിക്കാം നമ്മുടെ ബുദ്ധി പ്രയോഗിച്ചത്. എന്നാൽ ഒടുവിൽ നമ്മൾ ക്രൂശിക്കപ്പെട്ടിട്ടുമുണ്ടാകാം. നമ്മുടെ സീനിയർമാരോ അല്ലെങ്കിൽ നമ്മുടെ ബോസോ നമ്മളെ അനാവശ്യമായി ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. ഇതിൻ്റെ കാരണം ഈ ബാഹ്യലോകം നിലനിൽക്കുന്നത് ഒരിക്കലും തുല്യതയിലല്ല. ഇവിടെ അദൃശ്യമായ ഒരു അധികാര ശ്രേണിയുണ്ട്.
ഈ ലോകത്തെ നയിക്കുന്നത് ശുദ്ധമായ യുക്തിയോ ന്യായമോ സ്നേഹമോ ഒന്നുമല്ല, മറിച്ച് മനുഷ്യന്റെ അഹംഭാവമാണ്. നമ്മൾ നമ്മുടെ യജമാനന്റെയോ ബോസിൻ്റെയോ അല്ലെങ്കിൽ നമ്മളെക്കാൾ അധികാരമുള്ള ഒരു വ്യക്തിയുടെയോ മുന്നിൽ നമ്മുടെ അമിതമായ ജ്ഞാനവും തിളക്കവും പ്രകടിപ്പിക്കുമ്പോൾ അവർക്ക് നമ്മോട് തോന്നുന്നത് ബഹുമാനമായിരിക്കില്ല, മറിച്ച് നിഗൂഢമായ ഒരു ഭയമായിരിക്കും. തങ്ങളുടെ സ്ഥാനം എപ്പോഴെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, അവർ നമ്മളെക്കാൾ താഴെയാണെന്ന തോന്നലുണ്ടാകുമെന്ന അപകർഷതാബോധം. ലൗകിക അധികാരത്തിന്റെ കസേരകളിൽ ഇരിക്കുന്ന മനുഷ്യർ ആഗ്രഹിക്കുന്നത് പ്രകാശം എപ്പോഴും മുകളിൽ നിന്ന് താഴേക്ക് വരണമെന്നാണ്. അതായത് പ്രകാശത്തിന്റെ ഉറവിടം തങ്ങളായിരിക്കണമെന്ന് അവർ വാശി പിടിക്കും. അത്തരത്തിലുള്ള അധികാര ലോകത്ത്, അത് ജനാധിപത്യ രാജ്യമാണെങ്കിൽ പോലും, അവിടെ നമ്മൾ തുല്യതയ്ക്ക് വേണ്ടി വാദിച്ചാൽ ഒന്നുകിൽ നമ്മൾ പുറത്താക്കപ്പെടും, അല്ലെങ്കിൽ നമ്മൾ തകർക്കപ്പെടും. മനുഷ്യ മനസ്സിന്റെ ഈ വിചിത്രമായ അവസ്ഥയെക്കുറിച്ച് ഓഷോ ഒരു കഥ പറയാറുണ്ട്. ഒരു രാജാവ് തൻ്റെ മന്ത്രിമാരോടൊപ്പം കാട്ടിലേക്ക് നായാട്ടിന് പോയി. കാട്ടിൽ വെച്ച് അവർക്ക് വഴി തെറ്റുകയുണ്ടായി. കൂടെ വലിയൊരു കൊടുങ്കാറ്റും മഴയും കൂടെ പെയ്തു. വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ രാജാവും സംഘവും ഒടുവിലൊരു ചെറിയ കുടിലിൽ എത്തിച്ചേർന്നു. അവിടെ ദരിദ്രനായ ഒരു കർഷകനായിരുന്നു താമസിച്ചിരുന്നത്. ആ കർഷകൻ രാജാവിനെ തിരിച്ചറിഞ്ഞിരുന്നില്ല. എങ്കിലും അവൻ തൻ്റെ കുടിലിൽ തൻ്റെ അതിഥികൾക്ക് തനിക്കുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഭക്ഷണവും ചൂടുപാലും നൽകി സൽക്കരിച്ചു. അവർക്ക് തണുപ്പ് കറ്റാൻ തീ കൂട്ടി നൽകി. അവർക്ക് വിശ്രമിക്കാൻ തൻ്റെ ഏക കട്ടിൽ വിട്ടുകൊടുക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ മഴ മാറി യാത്ര തിരിക്കുമ്പോൾ രാജാവ് തൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഈ മഹാരാജ്യത്തിൻ്റെ മഹാരാജാവാണ്. നീ എന്നെയും എൻ്റെ ആളുകളെയും വലിയൊരു വിപത്തിൽ നിന്നാണ് രക്ഷിച്ചത്. അതുകൊണ്ട് നിനക്ക് എന്ത് പ്രതിഫലമാണ് വേണ്ടത്? നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരാം. ആ കർഷകൻ വിനയത്തോടെ പറഞ്ഞു, പ്രഭു, എനിക്ക് പണമോ സ്വർണമോ കൊട്ടാരങ്ങളോ ഒന്നും വേണ്ട. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട്. എൻ്റെ ഈ കുടിലിൽ വന്ന് അങ്ങ് ഭക്ഷണം കഴിച്ചതുപോലെ എന്നെങ്കിലും അങ്ങയുടെ വലിയ കൊട്ടാരത്തിൽ ഒരു വട്ടമെങ്കിലും എന്നെ ഒരു അതിഥിയായി സ്വീകരിക്കണം. രാജാവ് അത് സന്തോഷത്തോടെ സമ്മതിച്ചു. മാസങ്ങൾക്ക് ശേഷം കർഷകൻ കൊട്ടാരത്തിലെത്തി. രാജാവ് അവനെ വലിയ രാജകീയ വിരുന്നിലേക്ക് ക്ഷണിച്ചു. രാജ്യത്തെ വലിയ പ്രഭുക്കന്മാരും മന്ത്രിമാരും ഇരിക്കുന്ന ആ വിരുന്നുമേശയിൽ ഈ ദരിദ്രനായ കർഷകനും ഇരുന്നു. സ്വർണ്ണപാത്രങ്ങളിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കർഷകൻ വളരെ നിഷ്കളങ്കമായി രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, ഈ വിരുന്ന് വളരെ ഗംഭീരമാണ്. പക്ഷെ ഒരു സത്യം ഞാൻ പറയട്ടെ. കഴിഞ്ഞ തവണ എൻ്റെ കുടിലിൽ വെച്ച് ഞാൻ അങ്ങേക്ക് തന്ന ആ പാലിൻ്റെ അത്രയും രുചി ഈ കൊട്ടാരത്തിലെ പാലിനില്ല. ആ കർഷകൻ പറഞ്ഞത് സത്യമായിരുന്നു. അവൻ തൻ്റെ ആത്മാർത്ഥത കൊണ്ടാണ് അത് പറഞ്ഞത്. എന്നാൽ ആ നിമിഷം കൊട്ടാരത്തിൽ ഒരു നിശബ്ദത പടർന്നു. രാജാവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. സകല പ്രഭുക്കന്മാരുടെയും മുന്നിൽ വെച്ച് തൻ്റെ കൊട്ടാരത്തേക്കാൾ വലുതാണ് തൻ്റെ കുടിലിലെ പാലെന്നൊരു ദരിദ്രൻ പറഞ്ഞത് രാജാവിൻ്റെ അഹംഭാവത്തിന് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. രാജാവ് ഉടൻ തന്നെ ഭടന്മാരോട് ആവശ്യപ്പെട്ടു ആ കർഷകനെ കൊട്ടാരത്തിൽ നിന്നും തല്ലി പുറത്താക്കാൻ. ഈ കഥയിലൂടെ ഓഷോ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ലൗകിക ലോകത്ത് സത്യത്തിനോ നന്മയ്ക്കോ അല്ല പ്രാധാന്യം, അധികാരിയുടെ അഹംഭാവത്തിനാണെന്നാണ്. കർഷകൻ അറിയാതെ രാജാവിൻ്റെ തിളക്കത്തേക്കാൾ തൻ്റെ കുടിലിലെ തിളക്കത്തെ ഉയർത്തിപ്പിടിച്ചു. അതാണ് അവന് വിനയായത്. നമ്മൾ വിചാരിക്കും നമ്മൾ സത്യം പറയുമ്പോൾ ആളുകൾ സന്തോഷിക്കുമെന്ന്. എന്നാൽ ആ സത്യം അവരുടെ ഈഗോയെ മുറിവേൽപ്പിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ ശത്രുവാകും. നമ്മുടെ ഈ ലൗകിക ലോകം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ വലിയ സത്യത്തെ ചരിത്രം നമുക്ക് മുന്നിൽ മറ്റൊരു രീതിയിൽ തെളിയിച്ച് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 17-ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിന്റെ സുവർണ കാലഘട്ടം. അന്ന് ഫ്രാൻസ് ഭരിച്ചിരുന്നത് ലൂയി 14 എന്ന ശക്തനായ രാജാവായിരുന്നു. ചരിത്രത്തിൽ സൂര്യരാജാവ് എന്നറിയപ്പെടാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. അങ്ങേയറ്റം അഹങ്കാരിയും തൻ്റെ പ്രൗഢിയിൽ ആരെങ്കിലും തൊട്ടാൽ അത് സഹിക്കാൻ കഴിയാത്തതുമായ ഒരു വ്യക്തിത്വമായിരുന്നു രാജാവിൻ്റേത്. ഈ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ധനകാര്യമന്ത്രിയായിരുന്നു നിക്കോളാസ് ഫുക്കെ. ഫുക്കെ അതിബുദ്ധിമാനാണ്. അതിലുപരി കലകളെയും സാഹിത്യ സൃഷ്ടികളെയും പ്രണയിച്ച
ഒരു മനുഷ്യനാണ്. ഫുക്കയ്ക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനവും ജനപ്രീതിയും ഉണ്ടായിരുന്നു. രാജാവിന് ഫുക്കയെ വലിയ കാര്യവുമായിരുന്നു. എന്നാൽ അക്കാലത്ത് ഫ്രാൻസിലെ പ്രധാനമന്ത്രിയുടെ സ്ഥാനം ഒഴിഞ്ഞുകിടന്നപ്പോൾ രാജാവ് ഫൂക്കയെ ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല. ഫുക്കെ ചിന്തിച്ചു, രാജാവിന് എന്നിലുള്ള വിശ്വാസം കുറഞ്ഞിരിക്കുന്നു. എൻ്റെ കഴിവും പ്രൗഢിയും രാജാവിന് മുമ്പിൽ എനിക്ക് തെളിയിക്കണം. എന്നാൽ മാത്രമേ രാജാവ് എന്നെ വീണ്ടും പഴയതുപോലെ സ്നേഹിക്കുകയും പരമാധികാരം നൽകുകയും ചെയ്യുമെന്ന്. രാജാവിനെ പ്രീതിപ്പെടുത്തുവാനായി ഫുക്കെ തൻ്റെ സമ്പത്ത് പൂർണ്ണമായും ഉപയോഗിച്ച് ഒരു അത്ഭുത കൊട്ടാരം പണിതു. അത് പൂർത്തിയായപ്പോൾ രാജാവിനോടുള്ള തൻ്റെ ആദരവ് പ്രകടിപ്പിക്കാനായി ഫുക്കെ അവിടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഡംബര പാർട്ടി നടത്തി. പാർട്ടിയിൽ പങ്കെടുത്ത എല്ലാവരും ഫുക്കയുടെ അതിഥി സൽക്കാരത്തെയും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെയും പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചു. ഫുക്കെ വിചാരിച്ചു, തൻ്റെ പ്രൗഢി കണ്ട് സന്തോഷിച്ച് രാജാവ് തന്നെ പ്രധാനമന്ത്രിയാക്കുമെന്ന്. പക്ഷേ ആ സമയത്ത് രാജാവായ ലൂയി 14 കണ്ണുകളിൽ കനലരിയും പോലെയുള്ള അസൂയയും കോപവുമായിരുന്നു. രാജാവ് അവിടെ ചിന്തിച്ചത്, ഞാൻ ഫ്രാൻസിന്റെ സൂര്യ ചക്രവർത്തിയാണ്. എന്നാൽ എൻ്റെ മന്ത്രിക്ക് എന്നേക്കാൾ മികച്ച കൊട്ടാരമുണ്ട്, എന്നേക്കാൾ ജനപ്രീതിയുണ്ട്. അപ്പോൾ ഇവനാണോ ഇവിടുത്തെ യഥാർത്ഥ രാജാവ്? ഫൂക്കയുടെ അമിതമായ പ്രകാശം രാജാവിൻ്റെ അഹംഭാവത്തെ പൂർണ്ണമായും അസ്വസ്ഥനാക്കി. പിറ്റേന്ന് രാവിലെ തന്നെ രാജാവ് റോയൽ ഗാർഡുകളെ വിട്ട് നിക്കോളാസ് ഫുക്കയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. രാജ്യത്തിൻ്റെ പണം മോഷ്ടിച്ചാണ് കൊട്ടാരം പണിതത് എന്ന കള്ളക്കുറ്റം ചുമത്തി അദ്ദേഹത്തെ വിചാരണ ചെയ്തു. ഫ്രാൻസിലെ ഒറ്റപ്പെട്ട മലമുകളിലെ ഒരു കോട്ടയിലെ ഇരുണ്ട തടവറയിലേക്ക് ഫുക്കെ മാറ്റപ്പെട്ടു. ജീവിതത്തിൻ്റെ ബാക്കി 20 വർഷങ്ങൾ ഫുക്കെ കഴിച്ചുകൂട്ടിയത് ആരും വരാത്ത, വെളിച്ചം കടക്കാത്ത ആ തടവറയിലാണ്. അവിടെ വെച്ച് അദ്ദേഹം മരണമടയുകയും ചെയ്തു. ഇവിടെ ഫൂക്കെ ചെയ്ത തെറ്റെന്തായിരുന്നു? അദ്ദേഹം രാജാവിനെ വഞ്ചിച്ചില്ല. തൻ്റെ കഴിവ് പൂർണ്ണമായും രാജ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ലൗകിക ലോകത്തിലെ ഏറ്റവും വലിയ അദൃശ്യ നിയമം അവിടെ തെറ്റിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം തൻ്റെ യജമാനനേക്കാൾ കൂടുതൽ പ്രശോഭിക്കാൻ ശ്രമിച്ചു. ഈ ഫൂക്കയെ തടവിലാക്കിയ ശേഷം ലൂയി രാജാവ് ഫൂക്കയുടെ കൊട്ടാരം പണിത അതേ ആർക്കിടെക്റ്റുമാരെയും ശില്പികളെയും വെച്ച് അതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയൊരു കൊട്ടാരം പണിതു. അതാണ് ഇന്ന് ലോകപ്രശസ്തമായ വേഴ്സായി കൊട്ടാരം. രാജാവിന് ഫുക്കയുടെ കൊട്ടാരത്തോടല്ല എതിർപ്പുണ്ടായിരുന്നത്, ആ കൊട്ടാരം തന്റെ മന്ത്രിയുടേതാണെന്ന ചിന്തയോടായിരുന്നു. നമുക്ക് ഈ പ്രകൃതിയിലേക്കൊന്ന് കണ്ണോടിച്ചാൽ ഈ പ്രകൃതിയിൽ വലിയൊരു ജ്ഞാനമുണ്ട്. ആകാശത്ത് കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അവയെല്ലാം സൂര്യനേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമുള്ളവയുമാണ്. എന്നാൽ പകൽ സമയത്ത് സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഈ നക്ഷത്രങ്ങളെല്ലാം തങ്ങളുടെ പ്രകാശത്തെ നിശബ്ദമായി മറച്ചുവെക്കും. അവ സൂര്യനോട് മത്സരിക്കാൻ പോകുന്നില്ല. എന്നാൽ മനുഷ്യൻ നിർമ്മിച്ച ഈ ലൗകിക ലോകം സദാസമയവും മത്സരമാണ്. ഇവിടെ നമ്മെ സംരക്ഷിക്കാൻ വിവേകത്തിൻ്റെ വലിയൊരു കവചം കൂടി നമുക്ക് ആവശ്യമുണ്ട്. നമുക്കുള്ളിൽ ജ്ഞാനത്തിൻ്റെ വലിയൊരു പ്രകാശമുണ്ടാകണം. എന്നാൽ ആ പ്രകാശം എവിടെ, എങ്ങനെ പുറത്തെടുക്കണമെന്ന ബോധം നമുക്കുണ്ടാകണം. മൂഢന്മാരുടെയും അഹങ്കാരികളുടെയും മുമ്പിൽ നമ്മുടെ പ്രകാശം കാണിച്ചാൽ അവർ അത് തല്ലിക്കെടുത്തും. നമ്മുടെ ഊർജം അവിടെ നഷ്ടപ്പെടും. പ്രിയ സുഹൃത്തുക്കളെ, നിക്കോളാസ് ഫുക്കയുടെ ഈ ദുരന്ത കഥയും ഓഷോ പറഞ്ഞ ആ കർഷകന്റെ കഥയും കേവലം ബാഹ്യമായ വിനോദങ്ങളല്ല. ഇത് ഇന്നും നമ്മുടെ ഓഫീസുകളിലും നമ്മുടെ സമൂഹത്തിലും സദാസമയവും നടന്നു പോകുന്ന ഒരു കളിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഏറ്റവും ആഴമേറിയ മനഃശാസ്ത്രത്തിലേക്കും ആത്മീയ പ്രതിരോധ വഴികളിലേക്കുമാണ് കടക്കുന്നത്. അധികാരമുള്ളവർ തങ്ങളെക്കാൾ താഴെയുള്ളവരുടെ തിളക്കം കണ്ട് ഇത്രമാത്രം ഭയപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? മനഃശാസ്ത്രത്തിൽ ഇതിനെ മിറർ എഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. മനുഷ്യന്റെ അഹംഭാവം എന്നത് പുറമേ എത്ര വലിയ പാറ പോലെ ശക്തമായി കാണപ്പെട്ടാൽ ഉള്ളിലത് അങ്ങേയറ്റം ദുർബലവും പീഡിതവുമായ ഒന്നാണ്. അത് എപ്പോഴും മറ്റുള്ളവരുടെ കയ്യടിയിലും അംഗീകാരത്തിലും അടിമത്തത്തിലും മാത്രമാണ് ജീവിക്കുന്നത്.
പ്രത്യേകിച്ച് ഈ ലൗകിക അധികാരത്തിൻ്റെ കസേരകളിൽ ഇരിക്കുന്ന മനുഷ്യരുടെ ഈഗോ വളരെ മൃദുലമായിരിക്കും. അവർ പുറമെ വലിയ സിംഹങ്ങളെപ്പോലെ ഗർജിക്കുമെങ്കിലും അവർക്കുള്ളിൽ സദാസമയവും വലിയൊരു പേടിയുണ്ട്. തങ്ങളുടെ അധികാരം ആരെങ്കിലും തട്ടിയെടുക്കുമോ എന്ന പേടി, തങ്ങൾ മറ്റുള്ളവരെക്കാൾ താഴെയായി പോകുമോ എന്ന പേടി. നമ്മൾ നമ്മുടെ അമിതമായ കഴിവോ ബുദ്ധിയോ നമ്മുടെ യജമാനന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വെറുമൊരു ജോലി മാത്രമല്ല, അവിടെ നമ്മുടെ പ്രകാശം ഒരു കണ്ണാടിയായി മാറി അവരുടെ ഉള്ളിലെ അപകർഷാബോധം എന്ന ഇരുട്ടിനെ അവർക്ക് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. തൻ്റെ ഉള്ളിൽ ആ ഇരുളിനെയും അറിവില്ലായ്മയെയും അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് അവർ ആ കണ്ണാടിയെ, അതായത് നമ്മെ ഉടച്ചു കളയാൻ ശ്രമിക്കും. നിങ്ങളുടെ ഓഫീസിലെ ബോസ് പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ടാകും, നിങ്ങൾ നിങ്ങളുടെ പുതിയ ആശയങ്ങൾ തുറന്നു പറയണം, നമ്മളൊരു കുടുംബം പോലെയാണ് എന്നൊക്കെ. എന്നാൽ ഓർക്കുക, ലൗകിക ലോകത്തിലെ അധികാരികൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അടിമത്തവും വിനയവും മാത്രമാണ്, നിങ്ങളുടെ ഉയർന്ന ബുദ്ധിയല്ല. നിങ്ങളെപ്പോഴും അവർക്ക് താഴെയായിരിക്കുമ്പോൾ അവർ നിങ്ങളെ സ്നേഹിക്കും, കാരണം അവിടെ അവരുടെ ഈഗോ സുരക്ഷിതമാണ്. എന്നാൽ നിങ്ങൾ അവരെക്കാൾ ഒരുപടി മുമ്പിൽ നിൽക്കുമ്പോൾ ആ കാരുണ്യം പെട്ടെന്ന് അസൂയയായി മാറും. ലൗകിക ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇത്തരത്തിലുള്ള ഈഗോ ഗെയിമുകളാണെന്നേ. മനുഷ്യ മനസ്സിന്റെ ഈ ഇരുണ്ട കളി മനസ്സിലാക്കുമ്പോൾ ആത്മീയ പാതയിലുള്ള ഏതൊരു സാധകന്റെ ഉള്ളിലും സ്വാഭാവികമായും ഒരു സംശയം ഉണർന്നു വരാം. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ കഴിവുകൾ പുറത്തെടുക്കാതെ എപ്പോഴും ഒതുങ്ങിക്കൂടണമെന്നാണോ ഇത് അർത്ഥമാക്കുന്നതെന്ന്? നമുക്കുള്ളിലെ പ്രകാശത്തെ ഭയന്ന് നമ്മൾ എപ്പോഴും ഭീരുക്കളെ പോലെ ജീവിക്കണമെന്നാണോ ഇത് പറയുന്നതെന്ന്? ഉത്തരം ഒരിക്കലുമല്ല എന്നാണ്. ഇവിടെയാണ് നമ്മൾ ലൗകിക തന്ത്രങ്ങളെ ആത്മീയ പ്രതിരോധം എന്ന ഉന്നതമായ തലത്തിലേക്ക് മാറ്റേണ്ടത്. നമ്മൾ നമ്മുടെ പ്രകാശത്തെ ഭയന്ന് ഒളിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്, മറിച്ച് ആ പ്രകാശത്തെ തല്ലിക്കെടുത്താൻ കാത്തിരിക്കുന്ന ലൗകിക ലോകത്തിലെ ക്രൂരമായ അഹംഭാവങ്ങളിൽ നിന്നും അതിനെ വിവേകത്തോടെ കാത്തു സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ലൗകിക ലോകത്തേക്ക് അയച്ചപ്പോൾ അവരോട് പറഞ്ഞ വിപ്ലവകരമായ ഒരു വചനമുണ്ട്, ഒരു രഹസ്യമുണ്ട്. ഇതാ, ചെന്നായ്ക്കളുടെ നടുവിലേക്ക് ആടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും പാമ്പുകളെ പോലെ വിവേകികളുമായിരിക്കുവിനെന്ന്. പ്രിയമുള്ളവരെ, എന്താണ് ഈ പ്രാവിൻ്റെ നിഷ്കളങ്കത? അത് നമ്മുടെ ശുദ്ധമായ ഹൃദയമാണ്. നമുക്കുള്ളിൽ ആരെയും ചതിക്കാനുള്ള മോഹമില്ല, സ്വാർത്ഥതയില്ല, അസൂയയുമില്ല. എന്നാൽ ആ നിഷ്കളങ്കത മാത്രം കൊണ്ട് നമ്മൾ ചെന്നായ്ക്കൾ നിറഞ്ഞ ഈ ലൗകിക ലോകത്തിലേക്ക് ഇറങ്ങിയാൽ അവർ നമ്മെ കടിച്ചു കീറും. അതുകൊണ്ട് യേശു അതിൻ്റെ കൂടെ ചേർത്തു, പാമ്പുകളെ പോലെ വിവേകികളായിരിക്കുവൻ എന്ന്. പാമ്പെപ്പോഴും ജാഗ്രതയുള്ള ഒരു ജീവിയാണ്. അപകടം വരുമെന്ന് കണ്ടാൽ അത് നിശബ്ദമായി ഒഴിഞ്ഞു മാറും. ലൗകിക ലോകത്തിലെ മനുഷ്യരുടെ തന്ത്രങ്ങളെയും ചതികളെയും മുൻകൂട്ടി കാണാനുള്ള ആ പാമ്പിൻ്റെ ജാഗ്രതയും വിവേകവും നമ്മുടെ ബുദ്ധിക്കുണ്ടായിരിക്കണം. നമുക്ക് ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ നമ്മുടെ പൂർണ്ണ പ്രകാശത്തെ നമ്മൾ മൂടിവെക്കാൻ പഠിക്കണം. ഇതിനെ നമുക്ക് തന്ത്രപരമായ വിനയമെന്ന് വിളിക്കാം. ഒരു വിത്ത് വൃക്ഷമാകുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ അത് മണ്ണിലേക്ക് വീഴുമ്പോൾ ആദ്യം ചെയ്യുന്നത് മുകളിൽ വന്ന് പ്രശോഭിക്കുകയല്ല, മറിച്ച് അത് മണ്ണിനടിയിലേക്ക് പോയി നിശബ്ദമായി ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ലോകമറിയാതെ, ആരും കാണാതെ അത് വേരുകൾ ആഴ്ത്തും. അത് ശക്തമായ വൃക്ഷമായി മാറിക്കഴിഞ്ഞാൽ മാത്രമേ അത് മണ്ണിലേക്ക് മുളച്ചുപൊന്തി പ്രകാശിക്കുകയുള്ളൂ. അപ്പോൾ അതിനെ ചവിട്ടി മെതിക്കാൻ ആർക്കും കഴിയില്ല. നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിലും ഈ വിത്തിൻ്റെ നിശബ്ദത നമുക്ക് ആവശ്യമാണ്. ഒന്നാമത്തെ നിയമം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് പ്രധാനമായും 3 മേഖലകളായി തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ഒന്ന് നമ്മുടെ ജോലി സ്ഥലത്താണ്. നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ വലിയൊരു പ്രൊജക്റ്റ് വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ അതിൻ്റെ
സകലമാന ക്രെഡിറ്റും നമ്മുടെ തലയിൽ മാത്രം വെക്കാൻ ശ്രമിക്കരുത്. അവിടെ നമ്മുടെ അഹംഭാവത്തെ നിശബ്ദമാക്കിക്കൊണ്ട് ബോസിനോട് പറയുക, സാർ, അങ്ങയുടെ മാർഗനിർദ്ദേശവും പിന്തുണയും ഇല്ലായിരുന്നുവെങ്കിൽ എനിക്കിത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഇത് കേൾക്കുമ്പോൾ അയാളുടെ ഉള്ളിലെ അഹംഭാവം പൂർണ്ണമായും ശാന്തമാകും. അതുപോലെ ഒരു മീറ്റിങ്ങിൽ വെച്ച് നിങ്ങളുടെ ബോസിന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത് തിരുത്താൻ പോകരുത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിശബ്ദത പാലിക്കുക. പിന്നീട് എപ്പോഴെങ്കിലും വ്യക്തിപരമായി കാണുമ്പോൾ വളരെ വിനയത്തോടെ ആ വിവരം അദ്ദേഹത്തിന് കൈമാറാവുന്നതാണ്. രണ്ടാമത്തേത് നമ്മുടെ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലുമാണ്. നമ്മുടെ ബന്ധുക്കൾക്കിടയിലോ സൗഹൃദ വലയത്തിലോ എപ്പോഴും തങ്ങളാണ് വലിയവർ എന്ന് സ്ഥാപിക്കാൻ നടക്കുന്ന ചില മനുഷ്യരുണ്ടാകും. ഒരു സാധാരണ മനുഷ്യൻ അവിടെ അവരോട് തർക്കിക്കാൻ നിൽക്കും. എന്നാൽ ഒരു ആത്മീയ സാധകൻ അവിടെ തന്ത്രപരമായ വിനയം സ്വീകരിക്കണം. അവർക്ക് ആ ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കുക. നിങ്ങൾക്കുള്ളിലെ യഥാർത്ഥ പ്രകാശം നിങ്ങളുടെ ജീവിത വിജയത്തിലൂടെ നിശബ്ദമായി കാണിക്കുക. അല്ലാതെ വാക്കുകളിലൂടെ അവരുടെ ഈഗോയെ മുറിവേൽപ്പിക്കരുത്. മൂന്നാമത്തേത് സാക്ഷിഭാവത്തോടെയുള്ള നിരീക്ഷണമാണ്. മറ്റുള്ളവർ നമ്മെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ളിൽ ദേഷ്യമോ സങ്കടമോ തോന്നരുത്. നമ്മളൊരു നാടകം കാണുന്ന ദൃഷ്ടാവിനെ പോലെ മാറി നിന്ന് നിരീക്ഷിക്കുക. അയാൾ തൻ്റെ കസേരയും അധികാരവും സംരക്ഷിക്കാൻ വേണ്ടി എത്രത്തോളം ആകുലപ്പെടുന്നു എന്ന് മനസ്സിലാക്കി ഉള്ളിലൊരു പുഞ്ചിരിയോടെ ഇരിക്കണം. നിങ്ങൾ ആ കളി തിരിച്ചറിയുമ്പോൾ തന്നെ അവരുടെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം കെടുത്താൻ കഴിയില്ല. പ്രിയ സുഹൃത്തുക്കളെ, റോബർട്ട് ഗ്രീനിൻ്റെ ഒന്നാമത്തെ നിയമം ലൗകിക ലോകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ആരാണ് നിങ്ങളുടെ യഥാർത്ഥ യജമാനൻ എന്നാണ്. ഈ ബാഹ്യലോകത്തിൽ നിങ്ങൾ കാണുന്ന താൽക്കാലികമായ അധികാര കസേരകളിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ബോസോ അധികാരിയോ ആണോ നിങ്ങളുടെ യഥാർത്ഥ യജമാനൻ? അല്ല. അവരെല്ലാം ഈ ജഗത്ത് എന്ന വലിയ നാടകവേദിയിലെ നമ്മളെപ്പോലെയുള്ള താൽക്കാലിക വേഷങ്ങൾ മാത്രമാണ്. നിങ്ങൾക്കുള്ളിലിരിക്കുന്ന പരമാത്മാവാണ് നിങ്ങളുടെ ജീവചൈതന്യമാണ്, നിങ്ങളുടെ ബോധമാണ് നിങ്ങളുടെ ഏക യഥാർത്ഥ യജമാനൻ. ലൗകിക ലോകത്തിലെ താൽക്കാലിക യജമാനന്മാർക്ക് മുമ്പിൽ, അവരുടെ ഈഗോയ്ക്ക് മുമ്പിൽ വിവേകത്തോടെ നിങ്ങളുടെ പ്രകാശത്തെ നിങ്ങൾ താൽക്കാലികമായി മറച്ചു പിടിച്ചാലും നിങ്ങൾക്കുള്ളിലെ ആ യഥാർത്ഥ യജമാനന് മുമ്പിൽ നിങ്ങൾ പൂർണ്ണമായും പ്രകാശിക്കുക തന്നെ വേണം. കാറ്റടിക്കുമ്പോൾ വലിയ വൻമരങ്ങൾ നെഞ്ചുവിരിച്ച് നിൽക്കുകയും ഒടുവിൽ വേരോടെ പിഴുതെറിയപ്പെടുകയും ചെയ്യും. എന്നാൽ ചെറിയ പുൽക്കൊടികൾ ആ കാറ്റിന് മുൻപിൽ നിശബ്ദമായി തലകുനിക്കുകയും കാറ്റ് കടന്നുപോയ ശേഷം വീണ്ടും പ്രതാപത്തോടെ നിവർന്നു നിൽക്കുകയും ചെയ്യും. ലൗകിക ലോകത്തിലെ അഹംഭാവങ്ങളുടെ കൊടുങ്കാറ്റിന് മുമ്പിൽ ആ പുൽക്കൊടിയുടെ വഴക്കവും വിവേകവും കാണിക്കുന്നതാണ് നമ്മുടെ സുരക്ഷ. ബാഹ്യലോകത്തിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ വീണു പോകാതെ നമ്മുടെ ഊർജത്തെ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ യാത്ര പൂർത്തിയാകുന്നത്. നെവർ ഔട്ട്ഷൈൻ ദ മാസ്റ്റർ എന്ന ഒന്നാമത്തെ നിയമത്തിൻ്റെ ആഴം ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അധികാരത്തിൻ്റെ കളികളെ തിരിച്ചറിഞ്ഞ് വിവേകത്തോടെയും ജാഗ്രതയോടെയും മുന്നോട്ട് പോകാൻ ഈ അറിവ് നിങ്ങൾക്ക് തുണയാകട്ടെ. അടുത്ത അധ്യായത്തിൽ രണ്ടാമത്തെ നിയമം നമ്മെ പഠിപ്പിക്കുന്നത് കൂട്ടുകാരെ അമിതമായി വിശ്വസിക്കരുത്, ശത്രുക്കളെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ തിരിച്ചറിയും. ലൗകിക ലോകത്തിലെ സൗഹൃദങ്ങളുടെയും ശത്രുതയുടെയും കപടമുഖങ്ങളെയാണ് നമ്മൾ അടുത്ത ഭാഗത്തിൽ കീറിമുറിക്കാൻ പോകുന്നത്. സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.